Hi friends, Assalamu alaikum, Namaskaram, welcome back to my channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈവനിങ് സ്നാക്ക് ആയിട്ടും ഇഫ്താർ ടൈമിലും സെർവ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്കാണ്. ചിക്കനും മട്ടനും ബീഫും ഒന്നുമില്ലാതെ നല്ല കിടിലൻ ടേസ്റ്റ് ഉള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു സ്നാക്സ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 4 സവാള നല്ല നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിലുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പില നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. അടുത്തതായി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ തന്നെ ഇഫ്താർ ടൈമിലും സെർവ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണിത്. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ അളവിലുള്ള കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ അല്ല, സാധാരണ ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അടുത്തതായി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഈ പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമെല്ലാം നന്നായിട്ട് മാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു ടൊമാറ്റോ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സ്നാക്സിന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഈ ടൊമാറ്റോ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്നാക്സിലേക്കുള്ള ഫില്ലിംഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്രോസൺ പൊറോട്ട വെച്ചിട്ടാണ് നമ്മൾ ഈ സ്നാക്സ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. ഫ്രോസൺ പൊറോട്ട കയ്യിലില്ലാത്തവരാണെങ്കിൽ നമ്മൾ പൂരിക്ക് പരത്തുന്നത് പോലെ മൈദ വെച്ചിട്ട് പരത്തിയെടുത്താൽ മതി. ഇനി നമുക്ക് ഓരോ ഫ്രോസൺ പൊറോട്ടയായിട്ട് ഇതുപോലെ പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ച് ഇതിൻ്റെ നടുഭാഗം കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ പൊറോട്ടയുടെ പീസ് ഒരു കോൺ ഷേപ്പ് പോലെ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇതുപോലെ കോൺ ഷേപ്പിലാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള മസാല ഇട്ട് കൊടുക്കാം. അതിന് മീതെയായിട്ട് നമുക്ക് പുഴുങ്ങിയ കോഴിമുട്ട ഒരു പകുതി വെച്ച് കൊടുക്കാം. വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള മസാല കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ക്ലോസ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ക്ലോസ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ ഒരു സ്നാക്സ് ഇവിടെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്കിനി എല്ലാം ഫില്ല് ചെയ്യാം. അപ്പം നമ്മുടെ സ്നാക്സ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മുടെ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഓയിൽ ചൂടാക്കിയെടുക്കാൻ. ഫ്ലെയിം കുറച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്നാക്സിൽ ഓയിൽ നന്നായിട്ട് കുടിക്കും. ഇനി നമുക്ക് ഓരോ സ്നാക്സ് ആയിട്ട് നല്ല ചൂടുള്ള ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ സ്നാക്സ് എല്ലാം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും 2 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ സ്നാക്സ് എല്ലാം. അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്സ് ആണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.